കാനന ക്ഷേത്രമായ ശബരിമലയിലെ അമൂല്യമായ പാവനവസ്തുക്കൾ കൊള്ളയടിക്കുന്നവരെയും ആചാരലംഘനം നടത്തിയവരുടെയും ആസ്തികൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടണമെന്ന് അഖില തിരുവിതാംകൂർ മലയരയ മഹാസഭ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഇത്തരം നടപടികളിലേക്ക് കടന്നെങ്കിൽ മാത്രമേ ഭാവിയിൽ ഇത്തരം മോഷണങ്ങൾ തടയുവാൻ കഴിയുകയുള്ളൂ. നിരവധിയായ ആചാരലംഘനങ്ങളും ക്ഷേത്ര ആചാരവിരുദ്ധമായ നടപടികളുമാണ് ശബരിമലയിൽ നടക്കുന്നത്. ഇതെല്ലാം യഥാർത്ഥ ഭക്തരുടെ മനസ്സിനെ വേദനിപ്പിക്കുകയാണ്. ഇതിനൊക്കെ കൂട്ടുനിൽക്കുന്നത് ദേവസ്വം ബോർഡും ആത്മീയ ചൈതന്യം പകർന്നു നൽകുന്ന തന്ത്രിമാർ അടങ്ങുന്ന പൂജാരിമാരും എന്നതാണ് അതിലും ദുഃഖകരമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ശബരിമലയുടെ സമീപത്തുള്ള 18 മലകളിലും താമസിക്കുന്ന മലയരയ സമുദായം അവരുടെ രക്ഷകനായ അയ്യപ്പസ്വാമിയെ കുടിയിരുത്തി നിർമ്മിച്ച ക്ഷേത്രമാണ് ശബരിമലയിൽ ഉണ്ടായിരിക്കുന്നത്. ശബരിമലയുടെ പ്രാധാന്യം മനസ്സിലാക്കി യഥാർത്ഥ അവകാശികളെ അംഗീകരിക്കുവാൻ സർക്കാരും ദേവസ്വം ബോർഡും തന്ത്രിമാരും തയ്യാറാകുന്നില്ല. ഇന്ന് കാണുന്ന അരാജകത്വവും അസന്തുഷ്ടിയും മലയരയന്മാരുടെ ശാപം തന്നെയാണ്. കേസുകളും ഒക്കെയായിട്ട് ഈ കാര്യങ്ങൾ നടന്നു പോകുമ്പോഴും കൊള്ളയടിക്കപ്പെട്ട പരിപാവനമായ ആ വസ്തുക്കളുടെ നിജസ്ഥിതി, അത് എവിടെ പോയി, എവിടെയാണ് തുടങ്ങിയ കാര്യങ്ങളൊന്നും ഇപ്പോഴും അറിയില്ല. അതുകൊണ്ട് നമ്മൾ അതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആദ്യമായിട്ട് ഇത്തരം പ്രതികളാക്കപ്പെട്ടവരുടെ 13ഓളം പ്രതികൾ ഇന്ന് ശബരിമല കൊള്ളയടിയുമായിട്ട് ബന്ധപ്പെട്ട് ജയിലിൽ കഴിയുന്നുണ്ട്. ഇവരൊക്കെ സമ്പാദിച്ച വസ്തുവകൾ, സ്ഥാവര ജംഗമ വസ്തുക്കൾ ശരിയായ രീതിയിൽ അന്വേഷിച്ച് അത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടുകയാണ് ചെയ്യുന്നത്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും ശരിയായ രീതിയിലുള്ള ഒരു പ്രാധാന്യം കൊടുക്കാതെ തികഞ്ഞ നിരത്തിൽവാദമായിട്ട് തന്നെ ഭരണസമിതി പെരുമാറി എന്നുള്ളത് ഏറ്റവും നികൃഷ്ടമായ ഒരു കാര്യമാണ്. ക്ഷേത്രത്തെ സംരക്ഷിക്കേണ്ടവർ, ക്ഷേത്ര ആചാരങ്ങൾ നടപ്പിലാക്കേണ്ടവർ അത് സംരക്ഷിക്കുകയോ നടപ്പിലാക്കുകയോ ചെയ്യാതെ തികച്ചും യാഥാർത്ഥ്യബോധം ഉൾക്കൊള്ളാതെ അതിനെ വിട്ടുകളയുന്ന സ്ഥിതിയുമാണ് ഉണ്ടായത്. കോടതി പറയുന്നത് പോലെ വേരി തന്നെ വിളവ് തിന്നുന്ന ഒരു സമ്പ്രദായം നിലവിൽ വന്നിരിക്കുകയാണ്. ഇത് ഒരു കാരണവശാലും ഭക്തജന സമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളുമാണ്. ശബരിമല ക്ഷേത്രവുമായി മലയരയ സമുദായത്തിനുള്ള ബന്ധവും പൂർവ്വകാല ചരിത്രവും മനസ്സിലാക്കി താന്ത്രിക വിധിപ്രകാരമുള്ള അവകാശവും ആരാധനാ സ്വാതന്ത്ര്യവും സമുദായത്തിന് അനുവദിക്കേണ്ടതാണ്. ഇത്തരം കാര്യങ്ങൾ പൊതുസമൂഹം പരസ്യമായി അംഗീകരിക്കുമ്പോഴും മുഖവിലേക്ക് എടുക്കാത്തത് സർക്കാരും ദേവസ്വം ബോർഡുമാണ്. ശബരിമലയിൽ നടക്കുന്ന ഇത്തരം നടപടികൾ ഇനിയും ഉണ്ടാകാതിരിക്കുവാൻ അയ്യപ്പസ്വാമിയുടെ അമൂല്യമായ വസ്തുക്കൾ കവർന്നവരെ പൊതുസമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരികയും അതിലൂടെ ആർജിച്ച മുഴുവൻ സമ്പാദ്യവും കണ്ടുകെട്ടി അസ്ഥിരപ്പെടുത്തുകയും ചെയ്യണമെന്നും അഖില തിരുവിതാംകൂർ മലയരയ മഹാസഭ പ്രസിഡന്റ് KB ശങ്കരൻ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. വാർത്താസമ്മേളനത്തിൽ സെക്രട്ടറി PK ശശി, ട്രഷറർ PB ശ്രീനിവാസൻ, ജോയിന്റ് സെക്രട്ടറി TI ലീല, താന്ത്രിക വിദ്യാപീഠം പ്രസിഡന്റ് KB വിജയരാജ് എന്നിവർ പങ്കെടുത്തു. ഫെസ്റ്റൂൺ ന്യൂസ്, മുണ്ടക്കയം.